Question number 25. 25th question ബൈനോമിയൽ തിയറത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഇൻ്റഗ്രൽ ടേംസ് ആണ്. എവിടെ? ഒരു എക്സ്പാൻഷൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. a+b^n. എനിവേ നമുക്ക് ടേംസിൻ്റെ കാര്യത്തെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ജനറൽ ടേം എഴുതി നോക്കണം. ഞാനിവിടെ ജനറൽ ടേം എഴുതാൻ പോകുന്നു. ജനറൽ ടേമായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് r+1 ടേമിനെയാണെന്നറിയാം. ശരിയല്ലേ? അപ്പോൾ ഇവിടെ tr+1 = പറഞ്ഞ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? NCR ഇൻറ്റു, അപ്പോൾ ഇവിടെ n ആയിട്ട് 824 ആണല്ലോ. അപ്പോൾ 824 CR ഇൻറ്റു a⁻n−r. എക്ക് പകരം 7⁻1/2 അല്ലേ? അതേ n - r 824 - r ഇൻറ്റു b⁻r. b ആയിട്ട് 11⁻1/6 ആണ്. അതേ r എന്ന് വരും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കി എഴുതാം. 824 CR ഇൻറ്റു 7 ഇവിടെ 824 - r ഡിവൈഡഡ് ബൈ 2, അതായത് 412 - r/2 ഇൻറ്റു 11⁻r/6. കണ്ടോ? എനിക്ക് ഇതിനകത്തെ എല്ലാ ടേംസും ആവശ്യമില്ല. എങ്ങനെയുള്ള ടേംസ് മാത്രം മതി? ഇൻ്റഗ്രൽ ടേംസ് മാത്രം മതി. അതായത് ഇൻറ്റിജർ ആയിട്ട് വരുന്ന ടേമുകൾ എത്രയുണ്ട്, ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ ജനറൽ ഫോം കണ്ടാൽ, ആ ജനറൽ ഫോമിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി ഒരു ഇൻറ്റിജർ ആകണമെങ്കിൽ എന്തായാലും 824 CR ഒരു ഇൻറ്റിജർ ആണല്ലോ. NCR എപ്പോഴും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ഉറപ്പാണ്. എന്നാൽ 7⁻412 - r/2 11⁻r/6 എല്ലായ്പ്പോഴും ഇൻറ്റിജർ വാല്യൂസ് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. അത് ഇൻറ്റിജർ ആകണമെങ്കിൽ 7ൻ്റെ പവറും 11ൻ്റെ പവറും എന്ത് തന്നെ ആയിരിക്കണം? ഇൻറ്റിജറുകൾ തന്നെ ആയിരിക്കണം. ശരിയല്ലേ മക്കളെ? അല്ലേ? ഇപ്പോൾ 7ൻ്റെ പവറായിട്ട് ഒരു ഫ്രാക്ഷണൽ വാല്യൂ വന്നാൽ അതൊരു ഇറാഷണൽ നമ്പർ ആയിട്ട് മാറും. അത് ഒരിക്കലും എന്തല്ല, ഒരു ഇൻറ്റിജർ അല്ല. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻറ്റീജർ ടേംസ് കിട്ടണമെങ്കിൽ 7ൻ്റെ പവറും 11ൻ്റെ പവറും ഒരുപോലെ ഇൻറ്റിജർ ആയിട്ട് തന്നെ വരണം. ഉറപ്പാണല്ലോ? 11ൻ്റെ പവർ ഇൻറ്റിജർ ആകണമെങ്കിൽ r/6 അല്ലേ 11ൻ്റെ പവർ? r/6 ഇൻറ്റിജർ ആകണമെങ്കിൽ r 6ൻ്റെ മൾട്ടിപ്പിൾ ആകണ്ടേ? r = മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് കിട്ടണം. ശരിയല്ലേ? ഇനി ഇതേപോലെ 7ൻ്റെ പവർ ഇൻറ്റിജർ ആകണമെങ്കിൽ അവിടെ r/2 കാണാം. അതുകൊണ്ട് r എന്ന് പറയുന്നത് ഒരേ സമയം 2ൻ്റെ മൾട്ടിപ്പിളും കൂടി ആകണം. ശരിയല്ലേ? അപ്പോൾ r നമ്മൾ എങ്ങനെ ചൂസ് ചെയ്താൽ നമുക്ക് ഇൻറ്റിജർ ടേംസ് കിട്ടും? r 6ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കുകയും വേണം, അതോടൊപ്പം 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കുകയും വേണം. പക്ഷെ നമുക്കറിയാം 6ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും 2ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? അല്ലേ? അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഉള്ള ഏത് r വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്കറിയാം rൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലേ? നമ്മളിങ്ങനെ എഴുതിയാൽ rൻ്റെ വാല്യൂ 0, 1, 2, 3 മുതൽ എവിടം വരെയാ? n വരെയല്ലേ പോകുക ബൈനോമിയൽ തിയറത്തിൽ? a+b^n. അത് നമ്മൾ ജനറൽ ടേം എഴുതിയാൽ ടേമുകൾ 0 മുതൽ എവിടം വരെയാണ്? n വരെയല്ലേ പോവുക? rൻ്റെ വാല്യൂ 0 to n ആണ്. അപ്പോൾ ഇവിടെ rൻ്റെ വാല്യൂ 0 മുതൽ 824 ആണ്. പക്ഷേ ഈ rൻ്റെ വാല്യൂ 6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന കേസുകളിലെല്ലാം നമുക്ക് ഇൻറ്റിജർ ടേംസ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ഇൻറ്റിജർ ടേംസ് ഉണ്ട് എന്നറിയണമെങ്കിൽ ഇതിനകത്ത് എത്ര 6ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ട് എന്നറിഞ്ഞാൽ പോരെ? അത് നമുക്ക് എങ്ങനെയൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുക? 0 എന്ന് പറയുന്നത് എന്തായാലും 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 6ൻ്റെ മൾട്ടിപ്പിൾ 6 ആണ്. അടുത്തത് 12 ആണ്. അടുത്തത് 18 ആണ്. ഇങ്ങനെ പോയി ലാസ്റ്റിൽ 6ൻ്റെ മൾട്ടിപ്പിൾ വരുന്നത് ഏതാ? 824 എന്തായാലും 6ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 6ൻ്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ 2ൻ്റെയും 3യുടെയും മൾട്ടിപ്പിൾസ് ആയാൽ പോരെ? 824 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷെ 3യുടെ മൾട്ടിപ്പിൾ അല്ല. കാരണം ഡിജിറ്റ്സിൻ്റെ സമ്മ് 3യുടെ മൾട്ടിപ്പിൾ അല്ലല്ലോ. അപ്പോൾ ഈ അടുത്ത 823 ആണെങ്കിലോ അത് 2 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്തത് കൊണ്ട് ഒരിക്കലും 6ൻ്റെ മൾട്ടിപ്പിൾ ആകത്തില്ല. ഇനി അടുത്ത 822 എടുത്താലോ? 822 എടുത്താൽ അത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതോടൊപ്പം തന്നെ ഡിജിറ്റ്സിൻ്റെ സം എടുത്താൽ 12, അത് 3യുടെ മൾട്ടിപ്പിൾ ആണ്, 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ 822 അല്ലേ നമുക്ക് ലാസ്റ്റിൽ വരുന്ന 6ൻ്റെ മൾട്ടിപ്പിൾ. അതല്ലെങ്കിൽ നിങ്ങളേതായ രീതിയിൽ നമുക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേ മക്കളെ? ഇത് എത്ര എണ്ണമുണ്ടോ അത്രയും ഇൻറ്റിജർ ടേംസ് അല്ലേ വരിക? ഇത് എത്ര എണ്ണമുണ്ട്? ഇപ്പം ഞാൻ 6 എന്ന് പറയുന്നത് 1 × 6 ആണ്.
12 എന്ന് പറയുന്നത് 2 ഇൻറ്റു 12 2 ഇൻറ്റു 6 ആണ്. 18 3 ഇൻറ്റു 6 ആണ്. അങ്ങനെ പോയി 822 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 137 ഇൻറ്റു 6 ആണെന്ന് കാണാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ 137 ടേംസ് ഇല്ലേ? അതിൻ്റെ കൂടെ 0യും കൂടെ ചേർന്നാൽ 138 ടേംസ് അല്ലേ വരുന്നത്? അപ്പോൾ ടോട്ടൽ 138 ഇൻ്റഗ്രൽ ടേംസ് ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്ന എക്സ്പാൻഷനകത്ത് ഉണ്ടാവുക. ഇതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 138 ആണ്. ഓക്കെ ആണല്ലോ?